ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മേക്കപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ അറിയണമെന്നില്ല. പിന്നെ നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലേ, നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഓവർ മേക്കപ്പ് വാരിപ്പൊത്തി നടക്കാണ്ട് വളരെ സിമ്പിളായിട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഇത് എല്ലാവർക്കും പറ്റിയ, എസ്പെഷ്യലി കോളേജ് ഗേൾസിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ മേക്കപ്പാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റ് മേടിക്കാണ്ട് പറ്റുന്ന കുഞ്ഞു സാധനങ്ങൾ കൊണ്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ്. സോ നമുക്ക് ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ മേക്കപ്പ് പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വന്നിരിക്കണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. അപ്പം നമ്മൾ എങ്ങനത്തെ മോയ്സ്ചറൈസർ ഇടുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ മുഖത്തെ ഒരു ഗ്ലോ ഇരിക്കുന്നത്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. വേറെ ഒന്നുമല്ല, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. നമ്മൾ എന്തൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇങ്ങോട്ട് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് അങ്ങനെ പതപ്പിച്ചെങ്ങും കൊടുക്കുക. ചിലർക്ക് ഈ സെറ്റാഫിലും തേക്കുമ്പോൾ ഭയങ്കര ഒരു ഓയിലി ഫീൽ ആയിരിക്കും. എനിക്ക് ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ഈ സെറ്റാഫിലെ മോയ്സ്ചറൈസറെ. നമ്മൾ എന്തൊക്കെ മുഖത്തിട്ടോ അതൊക്കെ തന്നെ നമ്മൾ കഴുത്തിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സൺസ്ക്രീനാണ്. ഞാനിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇത്രയൊക്കെ എടുക്കാറുള്ളൂ. ഇനി എന്താണ് നമ്മുടെ 2 ഫിംഗർ എന്താണ് സൺസ്ക്രീൻ ഇടും. കാരണം ഇത് ഇട്ടാൽ തന്നെ ഭയങ്കര ഒരു ബേസ് ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഡെയിലി നമുക്ക് ഭയങ്കരമായിട്ട് ഒരുങ്ങിപ്പോൾ സമയമില്ല, വെറും 2 മിനിറ്റ് ഉള്ളെങ്കിൽ നമുക്ക് പറ്റിയ 2 കാര്യമാണ് ഈ സെറ്റാഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീന്. അതും കൂടി ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെയായി ഗൈസ്. എങ്ങനെയാണെന്ന് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല, പക്ഷെ ഇതിങ്ങനെയായിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് മെയിൻ കാര്യം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇതൊരു 3-in-1 ഫൗണ്ടേഷനാണ് കേട്ടോ. ഏകദേശം 1 കൊല്ലം ആയി ഇത് ഞാൻ മേടിച്ചിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഈ ഒരു ഇത്ര പിഞ്ച് എമൗണ്ട് മാത്രം എടുക്കാറുള്ളൂ, കുറേ വാരി പത്താറൊന്നുമില്ല. ഇത് ഞാൻ മെയിനായിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ കോളേജിൽ പോകുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കുഞ്ഞൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. കുഞ്ഞല്ല വലിയ ഫംഗ്ഷൻ ഇങ്ങനെ കിട്ട് പോകാം കേട്ടോ. പക്ഷെ അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു നോർമൽ ലുക്ക്, പക്ഷെ കാണാൻ ഭയങ്കര ഒരു ഗ്ലോയി ഡൂവി ലുക്കും കിട്ടും. പക്ഷെ എന്താണ്, നമ്മൾ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. 3-in-1 ആണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഇതാണ് ആ ഒരു ഫേസ് സ്കാനറുടെ 3-in-1. ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോഴത് നിറഞ്ഞ് ഇരിക്കുന്നില്ല, കാരണം ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്യാറില്ല, ഇപ്പോഴൊന്നും തന്നെ യൂസ് ചെയ്യാറില്ല. നമുക്കത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ്. എനിക്ക് ക്യാമറയ്ക്കൂടെ അതൊന്നും കാണാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങോട്ട് കണ്ണാടി നോക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇത്രയുള്ള നമ്മൾ എന്തിട്ടാലും കഴുത്തേലും കൊണ്ട് ഇടുക, അല്ലെങ്കിൽ മുഖത്തിന് വേറെ കളറ്, കഴുത്തിന് വേറെ കളറ്, അങ്ങനെ ഇരിക്കും. പിന്നെ ഈ ഫൗണ്ടേഷൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്കിൻ ടോണിന് ചേർന്ന ഒരു ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ വെളുത്തിരിക്കണം എന്നോർത്തിട്ടല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ള കളറ്, വെളുപ്പിലെ കറുപ്പിലൊന്നും അല്ല കേട്ടോ ഭംഗിയിരിക്കുന്നത്. നമ്മുടെ ഉള്ള കളർ അത് എത്രത്തോളം എന്താണ് സെറ്റാക്കി എടുക്കുക, ബ്ലെൻഡ് ചെയ്ത് എടുക്കുക, അതിലാണ് മെയിനായിട്ട് കാര്യം ഇരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്കൊരു കുഞ്ഞു പരിപാടിക്കോ അല്ലെങ്കിൽ കോളേജിൽ ഡെയിലി പോകുന്നവർക്കോ അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ കൊണ്ടൊക്കെ വരുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ആവണം. ബ്ലെൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ആവണം. എനിക്കറിയത്തില്ല ബ്ലെൻഡ് ആവുന്നുണ്ടോ ഇല്ലെന്നൊന്നും, കാരണം ഞാൻ ഈ ഫോണ് ഇങ്ങനെ ക്യാമറ തിരിച്ചു വെച്ചേക്കുന്നത്. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് ഇതെങ്ങനെ കൈ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് വരുന്നത്, ഈ ഒരു ബ്ലഷ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഷ് ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏത് ലിപ്സ്റ്റിക്കാണോ യൂസ് ചെയ്യുന്നത്, ആ ലിപ്സ്റ്റിക്ക് ഇട്ട് ഇതെവിടെ 2 കുത്ത്, ഇതെവിടെ 2 കുത്ത്, ഇവിടെ ഓരോ കുത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലഷ് ഇല്ലാത്തവർക്ക് ബ്ലഷ് വേണം. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്. അങ്ങനെ ബ്ലഷ് ഇട്ട് നമ്മളവിടെ കുറച്ച് തുടുത്തിരിക്കട്ടെ. നോക്ക് മക്കളെ, നോക്ക്, ബ്ലഷ് തുടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബ്ലഷ് ഇടുന്നത്. ഇനിയിപ്പം നല്ലൊരു ഗ്ലോ ഒക്കെ മുഖത്തിന് വേണം, കുറച്ചും കൂടെ ഒരു ഗ്ലോ വേണമെന്ന് തോന്നുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു സാധനം ഇതും ഏകദേശം 1 വർഷമായി
ഇത്ര കുഞ്ഞു ട്യൂബാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ വളരെ ലിറ്റിൽ എമൗണ്ട് മാത്രമേ എടുക്കാറുള്ളൂ. ഇതാ ഈ ഒരു സ്ട്രോക്ക് ക്രീം ഇട്ടാ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാണ്ട് ഇടുന്നതാണ്. ഇത് ഒരു നിർബന്ധമില്ല ഇടണമെന്ന്, പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഒരു കുഞ്ഞൊരു ഗ്ലോ ആയിട്ട് ഗ്ലോവി നോക്ക് വേണം. ആ ഒരു ഇത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു പിഞ്ച് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സ്പെഷ്യൽ ഒരു ഗ്ലോ വരും. അപ്പം എന്തുണ്ടെങ്കിലും ബാക്കി വരുന്നതാ ഈ കഴുത്തിലേക്കൂടെ പരട്ടിയേക്കുക. അങ്ങനെ ഓക്കെ, ഇത്രയും തന്നെ വന്നാൽ ബേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇക്കാര്യം ചെയ്യാൻ എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതായത് നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിന് ഒരു നല്ല ലിപ് ബാം തേക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒരു സാധനം അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ ലിപ് ബാം ഒരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന കണ്ണാടി നോക്കുന്ന ഇടയ്ക്ക്. സോ നമുക്ക് ഇനി നമ്മുടെ ലിപ്സ്റ്റിക് ഇടാം. സോ എനിക്ക് ഒരു ലിപ്സ്റ്റിക് ഇടുന്നതിനേക്കാൾ ഇഷ്ടം 2-3 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ട് ഇടുന്ന കേട്ടാ. അപ്പം ഞാൻ ആദ്യം ഒരു റെഡ് ഷെയ്ഡാണ് ഇടുന്നത്. ഈ ലിപ്സ്റ്റിക് ഇടുന്നതിന് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാവേ, ശരിക്കും ലിപ്സ്റ്റിക് ഈസ് നോട്ട് ഗുഡ്. നമുക്കത് കുറേ അസുഖങ്ങൾ വരുത്താൻ എൻ്റെ അമ്മ എപ്പോഴും പറയാം. അല്ലെങ്കിൽ ഇത്ര ലിപ്സ്റ്റിക്ക് വാരിപ്പത്തി ക്യാൻസർ വരും എന്ന് പറയും. ശരിയാണ്, ക്യാൻസർ വരും. പക്ഷെ എങ്കിലും എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ജീവിതം ഊഹിക്കാൻ പോലും വയ്യ ഗൈസ്. ലിപ്സ്റ്റിക്കിൻ അടിമയാണ് ഞാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക്കിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈവൻ മോർ ബ്രൈറ്റൺ ആയിട്ട് തോന്നും. അത് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ കളർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ചെയ്തതല്ല. ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ മുഖം കുറച്ചും കൂടി എടുത്ത് നിൽക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ഏത് ലിപ്സ്റ്റിക് ഇടുന്നു അതിൽ ഭയങ്കര കാര്യമുണ്ട്. നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് ചേരാത്ത ലിപ്സ്റ്റിക് ആണെങ്കിൽ നമ്മളത് ഒന്നുകൂടി ഡള്ളാക്കും. സോ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും നമ്മുടെ സ്കിന്നിന് ചേരുന്ന ആയിട്ടുള്ള കളർ മാത്രം പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പം ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് ഇട്ടും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രധാന തരം വിനോദം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ലിപ് ലൈനർ. അത് എന്തിൻ്റെ ആയിക്കോട്ടെ, ഞാൻ ഏതോ ഒരു പണ്ടത്തെ ജാമ്പുവാൻ്റെ കാലത്തെ ഒരു ലിപ് ലൈനറാണ് സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. സോ സിമ്പിൾ, ഇത്രയുള്ള നമ്മുടെ മേക്കപ്പ്. ഇനി സോ ഗൈസ്, അപ്പം നമ്മുടെ ഒരു 80% ഓഫ് മേക്കപ്പ് വിത്തിൻ 5 minutes കഴിഞ്ഞു. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ലോങ് ആയിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ കണ്ണെഴുതുക, മസ്കാര ഇടുക. ഓക്കെ, കണ്ണെഴുതുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് കണ്ണെഴുതാം. അപ്പോൾ എനിക്ക് കണ്ണെഴുതുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കണ്ണെഴുതാണ്ട് പോവുകയാണ്. പിന്നെ അതിനുശേഷം മസ്കാര ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നു. അപ്പോൾ നമ്മൾ കണ്ണെഴുതി തന്നിട്ടുണ്ട്. കണ്ണെഴുതിപ്പോൾ ഞാൻ കാര്യം പറയാണ്ട് വിട്ടേ, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് പെട്ടെന്ന് കണ്ണെഴുതുന്നതെന്ന്. സോ നിങ്ങൾക്ക് ഭയങ്കര വെറൈറ്റി രീതിയിൽ കണ്ണെഴുതുന്ന ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ട് ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഭയങ്കര വെറൈറ്റി ടൈപ്പിൽ കണ്ണെഴുതാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. സോ നമ്മളിത് ഭയങ്കര സിമ്പിളായിട്ടാണ് കണ്ണെഴുതിയത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഗൈസ്. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നുള്ള ഒരുക്കമാണ് ഈ കാണുന്നത്. ശരിക്കും ഞാൻ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒന്നും ചെയ്യാറില്ല, പക്ഷേ ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നൈറ്റ് ഡ്യൂട്ടി അല്ലേ, പക്ഷെ ഇതിന് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ സോ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മുടി അഴിച്ചിട്ട് നോക്കാം സുന്ദരിയായെങ്കിലും. എനിക്കറിയില്ല, മുടിയൊക്കെ ഉണങ്ങുന്നതേ ഉള്ളൂ, ഞാൻ ചീവിയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. സോ